വലിയ ബിഗ് ട്രബിൾ എന്നതാണ് സഹോദരന് നൽകിയ സന്ദേശമെന്ന് പറയുന്നത്. അപ്പോൾ റോയിയുടെ ഓഫീസിൽ പരിശോധന നടക്കുന്ന സമയത്ത് റോയി ഫോൺ ചെയ്തിരുന്നത് ഇൻ്റർനെറ്റ് കോളുകൾ ഉപയോഗിച്ചായിരുന്നു എന്നതെല്ലാം തന്നെ ഇതിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുകയും ഡോക്ടർ റോയി CJ മരിക്കുന്നതിനും നിമിഷങ്ങൾക്ക് മുമ്പ്, അതായത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇൻ്റർനെറ്റ് കോളുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആരും താൻ ആരെയാണ് വിളിച്ചത് എന്നറിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫോൺ ഉപയോഗിക്കാതെ അദ്ദേഹം ഇൻ്റർനെറ്റ് കോളുകൾ നടത്തി. ആരെയായിരിക്കും അദ്ദേഹം വിളിച്ചത്? ആരോടായിരിക്കും അത്ര തിടുക്കപ്പെട്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയാൻ ഉണ്ടായിരുന്നത്? കൂടാതെ അദ്ദേഹത്തിൻ്റെ അനിയന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്. അതിനെപ്പറ്റിയൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോയ്ക്ക് എല്ലാവർക്കും പറ്റുമെങ്കിൽ ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ, ഒരു മടിയും വിചാരിക്കേണ്ട. അതിന് എല്ലാവരും ലൈക്കൊക്കെ തരിക. കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും. കണ്ടാൽ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് രാവിലെ മുതൽക്കേ മെയിൻ സ്ട്രീം ചാനലുകൾ ഒരു വീഡിയോ എടുത്ത് ഒരുപാട് ചർച്ച ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് വേറെ ആരുടെയല്ല, ഈ ഡോക്ടർ റോയി CJയുടെ ആ സ്ഥാപനം, ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലെ MD ഇന്നലെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ എടുത്ത് എല്ലാവരും ചർച്ച ചെയ്യുന്നത് കണ്ടു. ഞാനും ആ വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ മെയിൻ സ്ട്രീം ചാനലുകാർ ആ ഒരു വീഡിയോ എടുത്തു വെച്ച് സംസാരിക്കുന്നത് കണ്ട് നിമിഷങ്ങൾക്കകം പുതിയൊരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. നമുക്കത് കേട്ടുകൊണ്ട് തന്നെ ഈ വീഡിയോ തുടങ്ങാം. റോയിയുടെ മരണത്തിൽ ദുരൂഹത നീക്കേണ്ടതിന് കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം എന്തിന് ആത്മഹത്യ ചെയ്തു എന്നത് വലിയ ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. കാരണം അതിലേക്ക് എത്താനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനം ഈ റോയ് അതായത് ബംഗളൂരുവിൽ വന്ന ദിവസം മുതൽ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച ആ സമയം വരെയും അദ്ദേഹത്തിന് വന്ന ഫോൺ കോളുകളുടെ വിശദാംശങ്ങളും അദ്ദേഹത്തിൻ്റെ അതിഥികൾ ആരൊക്കെ സന്ദർശിച്ചു എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ വിശദമായി അന്വേഷിച്ചാൽ മാത്രമേ ആ രീതിയിലേക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആദായ നികുതി വകുപ്പ് കോൺഫിഡൻസ് ഗ്രൂപ്പിനെ സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ആരൊക്കെയാണ് അതിലെ നിക്ഷേപകർ, ആർക്കൊക്കെ പ്രത്യേകിച്ച് ബാക്കി കേൾപ്പിക്കാം. നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. കുറച്ചായിട്ട് ഡോക്ടർ റോയി CJയുടെ സ്ഥാപനത്തിൻ്റെ പുറകെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. കേട്ടല്ലോ, ആ ഒരു സ്ഥാപനത്തിലെ MD ഇന്നലെ വന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്പനിക്ക് ഒരു കുഴപ്പമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങളുടെ ക്ലയൻസ് ഒക്കെ ഞങ്ങളെ വിളിക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ആദ്യം ഈ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ക്ലയൻസിനെ പാനിക് ആക്കരുത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആ വ്യക്തി തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെയിൻ സ്ട്രീം ചാനലുകൾ വഴി തന്നെ ഇവിടെ ജനങ്ങൾ അറിയുകയാണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പുറകെ കുറച്ചായിട്ട് ഉദ്യോഗസ്ഥന്മാർ പല ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ പുറകെ ഉണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കമ്പനിയുടെ ഉടമസ്ഥനോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഉത്തരം കൊടുക്കുന്നില്ല. ഇതൊക്കെ മെയിൻ സ്ട്രീം ചാനലുകൾ വഴി തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അതൊന്ന് മനസ്സിലാക്കണം. ഞാനിപ്പോൾ കേൾപ്പിക്കുന്ന ഈ ഒരു വോയിസ് ക്ലിപ്പ് പോലും ഒരു മെയിൻ സ്ട്രീം ചാനലിൽ വന്നതാണ്. മനസ്സിലായില്ലേ? ഒരു മെയിൻ സ്ട്രീം ചാനലിൽ വന്നതാണ്. കുറച്ച് മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് വളരെ നിമിഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. ഇതിലൊന്നുമായിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനിയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കേട്ടോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപാടുകളുണ്ട് എന്നതെല്ലാം തന്നെ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുകയാണ്. അതിൻ്റെ തുടർച്ച എന്ന വണ്ണമാണ് റോയിയോട് എത്താനായിട്ട് ആവശ്യപ്പെടുകയും ഇതിൻ്റെ രേഖകൾ പരിശോധിക്കണമെന്ന് പറയുകയും ചെയ്തത്. ഈ ദിവസങ്ങളിൽ വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ പരിശോധനകൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. റോയ് വിളിച്ചിട്ടുള്ള ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും ദുരൂഹതയുണർത്തുന്നത് ഇൻ്റർനെറ്റ് കോളുകളാണ് ആ സമയത്ത് ഉപയോഗിച്ചതെന്നതാണ്. വളരെ നിർണായകമായ സമയത്ത് റോയിയുടെ ഓഫീസിൽ പരിശോധന നടക്കുന്ന സമയത്ത് റോയി ഫോൺ ചെയ്തിരുന്നത് ഇൻ്റർനെറ്റ് കോളുകൾ ഉപയോഗിച്ചായിരുന്നു എന്നതെല്ലാം തന്നെ ഇതിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ ആരായുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘം. ഇതിൽ IP അഡ്രസ്സുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിൽ ദുരൂഹത. കേട്ടല്ലോ, അതിൻ്റെ പുറകിൽ ദുരൂഹതയുണ്ട്. ആരാണെങ്കിലും ഒന്ന് ചോദ്യം ചോദിക്കും. അത് വേറൊന്നുമല്ല. ഇന്ന് മൊബൈൽ ഫോൺ, അതും അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 ഫോണൊക്കെ ഇരിക്കുന്നത്. ആരെ വിളിക്കണമെങ്കിലും, ഒരു ഇൻ്റർനാഷണൽ കോൾ വിളിക്കണമെങ്കിലും ഇന്ന് സാധിക്കും. നമ്മളൊക്കെ വേണമെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ കോൾ ചെയ്യാനായിട്ട് നമ്മളൊന്ന് മടിക്കും, കാരണം നല്ല ചാർജാണ്. പക്ഷേ ഡോക്ടർ റോയി CJ പോലെ ആൾക്ക്
ഫോൺ എടുത്ത് ഒരു ഇൻ്റർനാഷണൽ കോൾ വിളിക്കാനായിട്ട് അത്ര പാടില്ല. പിടികിട്ടിയോ? അതും അവിടെ റെയ്ഡ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇൻ്റർനെറ്റ് കോൾ വഴി ആരെ വിളിച്ചു? IP അഡ്രസ്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ നമ്മുടെ അന്വേഷണ സംഘം. തപ്പിയെടുക്കും, അവർ SIT തപ്പിയെടുക്കും. പിടികിട്ടിയോ? എന്തിന്, ആരെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിൽക്കുകയാണ്. അത് ഈ ഒരു ഡോക്ടർ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ചോദ്യം ഇവിടെ ഉന്നയിക്കാനുള്ളത് ആ കോൾസിനെ പറ്റിയിട്ടാണ്. ആരെ അദ്ദേഹം വിളിച്ചു? എന്തിനു വിളിച്ചു? ആരെ വിളിച്ചു? എന്താണ് പറഞ്ഞത്? ഒന്നാമത് നിങ്ങൾ അറിഞ്ഞു കാണും, ഒരു 4 മാസമായിട്ട് അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലാണ്. പല പ്രശ്നങ്ങൾ ആ വ്യക്തി അലട്ടുന്നുണ്ട്. ബിസിനസ്സാണ്. പല ബിസിനസ്സുകാരും പറയും, നമ്മളും പറയും, അത്യാവശ്യം ചെറിയ തോതിലുള്ള ടാക്സ് വെട്ടിപ്പും അതും ഇതുമൊക്കെ കാണും. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും പരിപാടികൾ ഡോക്ടർ റോയ് CJ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം അത് എത്തുമെന്ന് നമുക്കറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, അദ്ദേഹത്തിൻ്റെ ആ ചടങ്ങുകൾ നടക്കുന്ന അന്ന് പറയുന്നുണ്ടായിരുന്നു, അടുത്ത് തന്നെ ഞങ്ങൾ മാധ്യമങ്ങളെ കാണുന്നതായിരിക്കും. ഇതുവരെയായിട്ടും അവർ കണ്ടിട്ടില്ല, അവർ നാട്ടിലില്ല. അവർ ആ ചടങ്ങുകൾ കഴിഞ്ഞു, അവർ പോയി. അവർ പോകുന്നതിന് മുമ്പ് അവരുടെ ഭാഗത്ത് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ക്ലിയർ ചെയ്യേണ്ടതായിരുന്നു. അവർ ചെയ്തില്ല. വൈ? എന്തുകൊണ്ട്? കാരണം വേറൊന്നുമല്ല, ഒരു കുറിപ്പ് കിട്ടി, അതിൽ കാര്യങ്ങൾ കുറച്ച് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലായിരുന്നു, ഇതുകൊണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പുള്ളി സ്വയം ചെയ്തതായിരിക്കാം. പക്ഷേ ഇതിൻ്റെ പുറകിൽ അന്വേഷണം ഊർജിച്ചു കഴിഞ്ഞാൽ ഈ നല്ല ഒരു ഇമേജ് ഉള്ള വ്യക്തിയുടെ ആ ഒരു നല്ല ഇമേജ് പോകുമോ എന്ന് അദ്ദേഹം പേടിച്ചു കാണും. ആ നല്ല ഇമേജ് പോകാനായിട്ടുള്ളൊരു കാരണം ഈ ചെറിയ ഈ ടാക്സ് വെട്ടിപ്പോകുന്നു അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറം ലോകം അറിയരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം അത് ചെയ്തത്. ഇൻ്റർനെറ്റ് കോൾസ് പോലും ചിലപ്പോൾ അതിൻ്റെ ഉദാഹരണമായിരിക്കാം. മനസ്സിലായില്ലേ? സ്ലോവാക്കിയൻ പറയണ്ടല്ലോ, വിശദീകരിക്കേണ്ട, ഞാൻ ഓൾറെഡി സംസാരിച്ചതാണ്. കണക്ഷൻസ് എവിടുന്ന് ഏതൊക്കെ തരത്തിൽ അദ്ദേഹത്തിന് പൈസ വന്നു നമുക്കൊന്നും അറിയില്ല. മനസ്സിലായില്ലേ? ബാക്കി കേൾക്കാം, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ, നമുക്ക് ബാക്കി കേൾക്കാം. നടക്കുന്നത് നമുക്കറിയാം. ഈ ഇൻ്റർനെറ്റ് കോളുകൾ പലതും തന്നെയും പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നത് ഇത് ട്രാക്ക് ചെയ്യാതിരിക്കാനും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഉപയോക്താക്കളെ കണ്ടെത്താതിരിക്കാനും എല്ലാം തന്നെ അത്തരം രഹസ്യ സംഭാഷണങ്ങൾക്ക് പലരും തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയാണോ ഉപയോഗിച്ചത്, അതല്ലാതെയും ഉപയോഗിക്കാം, ഇതിനു വേണ്ടിയാണോ ഉപയോഗിച്ചതെന്ന് സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. റോയിയെ സന്ദർശിച്ചിരുന്നവർ ആരൊക്കെയാണ് എന്നത് ഇതിൽ പ്രാഥമികമായ മൊഴിയെടുക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും താമസിക്കുന്ന വീട്ടിൽ അന്ന് താമസിച്ചിരുന്നില്ല, ആ ദിവസങ്ങളിൽ താമസിച്ചിരുന്നില്ല. അവിടെ അറ്റകുറ്റപ്പണികളായിരുന്നു. അദ്ദേഹം മറ്റൊരു ഹോട്ടലിലാണ്, വലിയൊരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അവിടെ സന്ദർശനത്തിനായി വന്നവരുണ്ട്. അവരുടെ ലിസ്റ്റ് എടുത്ത് അവരിലേക്ക് അന്വേഷണ സംഘം പോകുന്നുണ്ട്. ഒപ്പം അദ്ദേഹം കൊണ്ടുവന്ന ലഗേജുകൾ അതെന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കൂടുതലുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിക്ഷേപകരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ, ഡിജിറ്റൽ ഡിവൈസുകൾ ഇതെല്ലാം സൂക്ഷിച്ചിട്ടുള്ളത് ദുബായ് കേന്ദ്രീകരിച്ചാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓഫീസ് സ്റ്റാഫും കുടുംബാംഗങ്ങളും പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പോകേണ്ടതുണ്ട്. ഓഫീസ് സ്റ്റാഫുകളും കുടുംബാംഗങ്ങളും പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ, അല്ലേ? എല്ലാം അവിടെയാണ്, ദുബായിലാണ്. ഇവിടുന്ന് അവിടെ പോയി എന്തായാലും അതൊക്കെ തപ്പിയെടുക്കുമോ എനിക്കറിയത്തില്ല. ചിലപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയാൽ നല്ല ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ സത്യം പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കാണും. പക്ഷേ അത് മൂടി വെക്കാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രഷർ വന്നില്ലെങ്കിൽ ചിലപ്പോൾ പോയി തപ്പിയെടുക്കുമായിരിക്കും. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ കേട്ടോ, ട്രാക്ക് ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം ചിലപ്പോൾ ആ ഇൻ്റർനെറ്റ് കോൾസ് അദ്ദേഹം തീരുന്നതിന് മുമ്പ് വിളിച്ചത്. ആ ഇൻ്റർനെറ്റ് കോൾസിൽ എന്ത് സംസാരിച്ചു നമുക്കറിയില്ല. അപ്പുറം നിന്ന് കേട്ട ആൾ ഇനി എന്തെങ്കിലും ഭീഷണി മുഴക്കിയോ, എല്ലാം പോയാൽ നിന്നെ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ പേരിലായിരിക്കുമോ ഈ മനുഷ്യൻ അത് ചെയ്തത് നമുക്കറിയില്ല. ചോദ്യചിഹ്നമാണിതെല്ലാം. ചോദ്യചിഹ്നത്തിന് വേണ്ടി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ഒരു സെൻറ്റൻസിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാനായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഈ ഒരു ഡോക്ടർ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട്. ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇന്നൊരു പരിധിയിൽ കൂടുതൽ സംശയമില്ലാത്തത്, സ്വയം ചെയ്തതായിരിക്കാം. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കഥകൾ, കാര്യങ്ങൾ അത് ഒരുപാടാണ്. ആരെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആ കോളിൽ അദ്ദേഹത്തെ ഭീഷണി അറിയില്ല. ഇനിയും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു പോയിന്റ്, ഇതൊന്ന് കേട്ടോ. എന്നതെല്ലാം തന്നെ പറയുന്നത് നേരത്തെ തയ്യാറാക്കിയ ഡയറി കുറിപ്പുകളാണ്. അപ്പോൾ
അതിനെ ഇദ്ദേഹം മാനസികമായിട്ട് ഒരുങ്ങിയിരുന്നു. കാരണം വലിയ ബിഗ് ട്രബിൾ എന്നതാണ് സഹോദരന് നൽകിയ സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ സഹോദരന് നൽകിയ സന്ദേശം ഇത് ഞാൻ എവിടെയും കേട്ടില്ല, ഇന്നത്തെ ന്യൂസിലൂടെയാണ് ഞാൻ അറിയുന്നത്. ബിഗ് ട്രബിൾ ചെറുതല്ല, ബിഗ് ട്രബിൾ എന്നുള്ളൊരു സന്ദേശം അനിയന് കൊടുത്തു. അനിയൻ അതെങ്ങും പറയുന്നില്ല. എന്തുകൊണ്ടത് പറയുന്നില്ല? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടോ? അനിയൻ എപ്പോഴെങ്കിലും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു, ആ ചടങ്ങുകളുടെ അന്ന്. പുള്ളി പറഞ്ഞില്ല ഇങ്ങനെ എൻ്റെ ചേട്ടൻ എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ട്രബിൾ എന്ന് പറഞ്ഞ്. എന്താണ് ആ ബിഗ് ട്രബിൾ? അതാണ് കണ്ടെത്തേണ്ടത്. മനസ്സിലായോ? കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ആ ഒരു സ്ഥാപനം, അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് മുന്നോട്ട് പോട്ടെ, നന്നായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. പക്ഷേ അതിൻ്റെ MD വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ കുറേ ആളുകൾ കണ്ടതായിരിക്കും. അതിൻ്റെ ഒരു പൂർണ്ണ രൂപം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് നമുക്കങ്ങ് തീർക്കാം. കുറച്ച് കാര്യങ്ങൾ ആ വ്യക്തിയോടും എനിക്ക് ചോദിക്കാനുണ്ട്. പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മുമ്പ് കണ്ട ഈ വാർത്ത ഞാൻ നിങ്ങളെ ഇപ്പം കേൾപ്പിച്ചത്. നമുക്കിനി ഇത് കാണാം. മോർണിംഗ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇവിടെ ഞങ്ങളുടെ ചെയർമാൻ ഡോക്ടർ റോയ് CJയുടെ മരണവും അതുമായി ഉണ്ടായ പല പല പ്രശ്നങ്ങളും, അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ വലിയ നഷ്ടം, എന്റെ പേഴ്സണലായിട്ട് എനിക്കുണ്ടായ നഷ്ടം, എന്റെ എല്ലാ ഡയറക്ടേഴ്സ് സ്റ്റാഫുകൾക്കും ഉണ്ടായ നഷ്ടം എന്നും, അതുപോലെ അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരികളായിരുന്ന പല ആൾക്കാർ ദുബായിലും ഇവിടെയുള്ള കാരുടെയും എല്ലാം ദുഃഖവും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് അതിന്റെ നഷ്ടം അവർക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ് പറയാം. ഒരു മോട്ടിവേറ്റർ ആയിരുന്നു എല്ലാവർക്കും. അപ്പോൾ ആ രീതിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ അത് സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാവർക്കും മരണം ഒരു നിശ്ചയമായ കാര്യമാണ്. ചിലവർ നേരത്തെ മരിക്കുന്നു, ചിലവർ വളരെ താമസിച്ച് മരിക്കുന്നു. അതെല്ലാം ദൈവത്തിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ചിട്ടുള്ളതാണ്. ഇതിന് എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ക്ലയൻസുകൾ, അവർക്കുള്ള ആ ബുദ്ധിമുട്ട്, അവർക്കുള്ള മാനസികമായ സമ്മർദ്ദം. കാരണം ചെയർമാനായിരുന്നു കമ്പനിയുടെ ഫേസ്. അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് എന്തുണ്ടാവും, എന്തായിരിക്കും പ്രശ്നങ്ങൾ, ഫ്യൂച്ചർ എന്താണ്, നല്ല ബുദ്ധിമുട്ടുകളെല്ലാം, ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ സേഫ്റ്റി എന്താണ്, നല്ല ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ട്. അതനുസരിച്ച് ധാരാളം പേര് ഓഫീസിലേക്ക് വിളിക്കുകയുണ്ടായി, മെയിൽ അയക്കുകയുണ്ടായി. താങ്ക് യു വെരി മച്ച്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ 26-ാം തീയതി വന്നു. ഇന്നിവിടെ മരിച്ചതിന് ശേഷം അതിന്റെ എല്ലാം എന്താ പറയാ ഹിയറിംഗും പോലീസിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യണമായിരുന്നു. ഇന്നും ഞാനിവിടെ തന്നെ നിൽക്കുന്നത്. ഇന്ന് 4-ാം തീയതി. കാരണം ഇന്നും പോലീസ് സുപ്പീരിയേഴ്സുമായിട്ട് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റില്ല. കാരണം ഞാനാണ് കമ്പനിയുടെ MD. അതേപോലെ തന്നെ മരിക്കുന്ന സമയത്തും ഇവിടെ എല്ലാം ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന്റെയാണ് സീനിയർ ആയിട്ടുള്ള ഒരാൾ, അവരുടെ ഫാമിലി, പുള്ളിക്കാരന്റെ ഫാമിലി അവിടെയായിരുന്നു, ദുബായിലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞ പുള്ളിയുടെ ഫാമിലി അവിടെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് പുള്ളിയുടെ മോൻ തന്നെയാണ് പറഞ്ഞത് മീഡിയാസിനെ ഇനി കാണാമെന്ന്. പിടികിട്ടിയോ? എന്നിട്ട് എന്തേ അവർ തിരിച്ചങ്ങ് പോയത്? എന്തേ പെട്ടെന്ന് അങ്ങ് പോയത്? മീഡിയാസിനെ കണ്ട് കാര്യങ്ങൾ ഇനിയിപ്പം ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്കെതിരെ സംസാരിക്കാനാണെങ്കിലും സംസാരിച്ചിട്ട് പോകാമായിരുന്നല്ലോ. പക്ഷെ സംസാരിക്കാനില്ല. അതാണ് പ്രശ്നം. ചോദ്യങ്ങൾ വരും മാധ്യമങ്ങളിൽ നിന്ന്. പിടികിട്ടിയോ? അതുകൊണ്ട് പോയതല്ലേ? ഒരു സംശയം മാത്രമാണിത്. ഞാൻ അങ്ങനെയാണ് അവർ പോയതെന്ന് പറയുന്നേ ഇല്ല കേട്ടോ. ഒരു സംശയം. അതുകൊണ്ടായിരിക്കുമോ പോയത്? ഇനി അത് കൂടാതെ അദ്ദേഹം നടത്തിയ ഇന്റർനെറ്റ് കോൾസ്, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് വേറെ എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടോ? പുള്ളി ഒരു നോർമൽ ഒരു ചെറിയ ബിസിനസ്സുകാരനല്ല. പിടികിട്ടിയില്ലേ? പുള്ളിയുടെ പാസ്പോർട്ട് അറിയാലോ. കൂടുതൽ ഇനി ഞാൻ വിശദീകരിക്കണ്ട, ഓൾറെഡി അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചതാണ്. പുള്ളിക്കുള്ള ആ ഒരു എന്താണ് ഒരു എവിടെ പോയാലും ഒരു കസ്റ്റംസ് ചെക്കിങ്ങോ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി ഓൺലൈൻ ഇന്റർനെറ്റ് കോൾസ്, സംശയങ്ങൾ ഒരുപാട് ഉണ്ടാകാം. അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അതുണ്ട്. അവരതിൻ്റെ പുറകെ പോയി പ്രോപ്പറായിട്ട് തെളിയിച്ചാൽ വിഷമിക്കും. ഞാൻ ബാക്കി വേണ്ട, ഇത്ര ഞാൻ കാണിക്കുന്നുള്ളൂ. പുള്ളിയുടെ പുള്ളി കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്താണ് യൂട്യൂബേഴ്സ് എല്ലാം വളരെ മോശമായിട്ട്. ഞാനായിട്ട് ഒരിക്കലും ആ കുടുംബത്തിൻ്റെ അകത്തോട്ട് കയറി ചെന്ന് അവിടുത്തെ കാര്യങ്ങൾ കട്ടെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെ അറിയാവുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഉടമസ്ഥൻ നമ്പൂതിരി സാറിനെ അറിയാവുന്ന, ഇവരെ രണ്ടുപേരെയും കോമൺ ആയിട്ട് അറിയാവുന്ന ഇവരുടെ സുഹൃത്തുക്കൾ ചില ആളുകൾ വന്നിട്ടാണ് സോഷ്യൽ മീഡിയയിൽ
പല ചാനലിലും അവർ പറയുന്നുണ്ട് പല കഥകൾ. അങ്ങനെയാണ് ഈ കഥ സ്പ്രെഡ് ആവുന്നത്. പിടികിട്ടിയില്ലേ? പിന്നെ ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടവരായിരിക്കാം, ഇവിടെ കള്ളപ്പണമൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. സാറിന് എന്താണ് ഇത്ര ഉറപ്പ് അവിടെ ഇതൊന്നുമില്ല എന്ന്? നിങ്ങളൊരു MD ആണ്, നിങ്ങളുടെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഡീലിങ്സ് എല്ലാം നിങ്ങളോട് പറയണമെന്നുണ്ടോ? പിന്നെ ഞാൻ പറയുന്നില്ല അവിടെ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു അവിടെ കള്ളപ്പണം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ ഒന്നുമില്ല, അവിടെ ഭയങ്കര നീറ്റായിരുന്നെങ്കിൽ എന്തുകൊണ്ട്? ഒരു ബിസിനസ് നിന്ന് അങ്ങനെ നടക്കത്തില്ല, പക്ഷെ ഭയങ്കര നീറ്റായിരുന്നെങ്കിൽ എന്തിന് നിങ്ങളുടെ പുറകെ കുറേ ആയിട്ട് ഈ അന്വേഷണങ്ങൾ നടക്കുന്നു പല ഏജൻസികളുടെ? എന്തുകൊണ്ടാ? ഒന്നുമില്ലെങ്കിൽ അവരുടെ സമയം കളഞ്ഞ് അവർ ഇങ്ങനെ നിങ്ങളുടെ പുറകെ നടക്കുമോ? എന്തുകൊണ്ട് ഡോക്ടർ റോയ് CJ യോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹത്തിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റി? മറുപടി കൊടുത്തില്ല. ഒരുപാട് ചോദ്യങ്ങളുണ്ട് സാർ. ഒരിക്കലും നിങ്ങളെയോ ആ ഒരു കുടുംബത്തിനെയോ പുറകെ നടന്ന് ഉപദ്രവിക്കാൻ ഞാൻ നിൽക്കില്ല. അങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കുകയും ചെയ്യും. പക്ഷേ സത്യങ്ങൾ അത് സത്യമായിട്ട് തന്നെ പുറത്തു വരണം എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ എൻ്റെ ജസ്റ്റ് അഭിപ്രായം മാത്രം, എൻ്റെ പേഴ്സ്പെക്റ്റീവ്, എൻ്റെ കണ്ണിലൂടെ ഈ ഒരു കേസിനെ പറ്റിയും ഈ വാർത്തകളൊക്കെ അറിയുമ്പോഴും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അല്ലാതെ ഒരാളുടെയും പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറാൻ ഞാൻ നിൽക്കുന്നില്ല. വീണ്ടും പറയുന്നു, ഇതെൻ്റെ അഭിപ്രായങ്ങൾ മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോ കാണുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ, മാന്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.